കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളികളെ അകാരണമായി പിരിച്ചുവിട്ടു. സ്റ്റേഷനിലെ മാലിന്യ നീക്കം സ്തംഭിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. റെയിൽവേ കരാർ നൽകിയിരുന്ന കമ്പനിയാണ് 23ഓളം ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചിരുന്നത്. ഈ തൊഴിലാളികൾക്ക് കരാറുകാരൻ മാസങ്ങളായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വൈകിയാണ് നൽകിയിരുന്നത്. ഓണത്തിനാകട്ടെ ബോണസ് നൽകാതെ 4000 രൂപ തവണകളായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ വായ്പ നൽകുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയ തൊഴിലാളികളെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. തിരിച്ചെടുക്കുന്നതുവരെയും സമരം തുടരുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. 26 പേരാണ് ഞങ്ങളുള്ളത്. അതിൽ 10 പേരെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. 10 പേരെ പിന്നെ 10 ദിവസം കഴിയുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ റെയിൽവേ നേരിട്ട് നിങ്ങളുടെ കയ്യിൽ ശമ്പളം തരുവാണെന്ന് പറഞ്ഞു. അപ്പം കോൺട്രാക്ടുകാർ ഞങ്ങളെ നേരത്തെ അറിയിക്കുകയോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഈ പിരിച്ചുവിട്ടത് എന്തിനാണ്, കാരണം എന്തുവാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഓഫീസ്, പ്രവേശന കവാടം, പ്ലാറ്റ്ഫോം, പാളം എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ് ശുചീകരണ തൊഴിലാളികളിലേറെയും. ഇവർ പിരിച്ചുവിടപ്പെട്ടതോടെ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. ട്രാക്കിലെ വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്യാത്തതിനാൽ സ്റ്റേഷൻ പരിസരത്ത് ദുർഗന്ധം വമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.